റിപ്പോർട്ട് ബ്രേക്കിംഗ്. വന്ദേ ഭാരത് ട്രെയിനിൽ നിർബന്ധിത കേറ്ററിംഗ് ഫീസ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നിർബന്ധിതമായ ഭക്ഷണ ചാർജ് ഈടാക്കുകയാണ്. മീൽ പ്രിഫറൻസിൽ നിന്നും നോ ഫുഡ് ഓപ്ഷൻ ഒഴിവാക്കിയിരിക്കുന്നു. സാങ്കേതിക തകരാറെന്നാണ് ഇപ്പോൾ റെയിൽവേ വിശദീകരിക്കുന്നത്. വന്ദേ ഭാരതിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരമില്ലായ്മയ്ക്കെതിരെ വ്യാപക പരാതി ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ നിർബന്ധിത കേറ്ററിംഗ് ഫീസും ഈടാക്കുന്നെന്ന വാർത്ത വരുന്നത്. ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ എത്ര രൂപയാണ് കൂടുതലായി ഈടാക്കുന്നത്? കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പണം കൊടുക്കണമെന്നുള്ള അവസ്ഥയാണോ? എന്താണ് യാത്രക്കാർ പറയുന്നത്? എന്താണ് റെയിൽവേയുടെ വിശദീകരണം? ലേബി, സ്മൃതി, മികച്ച യാത്രാനുഭവം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരതിലാണ് ഇത്തരത്തിൽ യാത്രക്കാർക്ക് തിരിച്ചടിയുണ്ടാകുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തിന് സാധാരണഗതിയിൽ വന്ദേ ഭാരതിൽ എക്സിക്യൂട്ടീവ് കോച്ചിൽ യാത്ര ചെയ്യണമെങ്കിൽ 2890 രൂപ ഈടാക്കും. ഇതിൽ കാറ്ററിംഗ് ചാർജായി 434 രൂപയാണ് പിടിക്കുന്നത്. സാധാരണ കോച്ചിലാണെങ്കിൽ 1600 രൂപ ഈടാക്കും. കാറ്ററിംഗ് ചാർജ് 379 രൂപ. അതായത് കഴിഞ്ഞ ദിവസം വരെ ഇതിനൊപ്പം ഫുഡ് കൂടി കിട്ടുമായിരുന്നു. ഇതിലൊരു പ്രിഫറൻസ് മീൽ പ്രിഫറൻസിൽ നിന്ന് നോ ഫുഡ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. നേരത്തെയാണെങ്കിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഫുഡ് വേണ്ട എങ്കിൽ ഈ പൈസ നമുക്ക് അത് കുറച്ച് നൽകിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഈ നോ ഫുഡ് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കിയതോടുകൂടി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ മുഴുവൻ ചാർജും നിരക്കും നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. സ്വാഭാവികമായും യാത്രക്കാർ ഇപ്പോൾ യാത്രാനുഭവം നല്ലതായതുകൊണ്ട് തന്നെ കൂടുതലായി വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല സ്മൃതി, വന്ദേ ഭാരതിലെ ഈ ഭക്ഷണത്തെക്കുറിച്ച് വ്യാപകമായ പരാതി യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതിനെ തുടർന്ന് പലരും ഇപ്പോൾ ഫുഡ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഏതായാലും ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ റെയിൽവേ നൽകുന്ന വിശദീകരണം ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമാണ് എന്നാണ്. ഏതായാലും സാങ്കേതിക പിഴവിന്റെ പേരിൽ, സാങ്കേതിക തകരാറിന്റെ പേരിൽ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാതെ ഇത്രയധികം തുക ഈടാക്കുമ്പോൾ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഒന്ന് ആലോചിക്കുക. 200 രൂപ അധികം കൊടുക്കേണ്ടി വരുന്നു. സാങ്കേതിക പിഴവ് എപ്പോൾ പരിഹരിക്കുമെന്നാണ് അറിയേണ്ടത്. ലേബി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.